തൃശ്ശൂർ സെൻറ്റ് ക്ലേയേഴ്സ് സ്കൂളിൽ വെച്ച് രാവിലെ തന്നെ ടോണി പിതാവും ഞാനും കൂടി വോട്ട് രേഖപ്പെടുത്തി. അതിൻ്റെ അടയാളമാണ്, തെളിവാണ് ഈ കാണുന്നത്. ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരൻ്റെ അവകാശവും ഉത്തരവാദിത്വമാണ് വോട്ട് രേഖപ്പെടുത്തുക, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക, അവരിൽ നിന്ന് സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും മന്ത്രിസഭയുണ്ടാക്കി ഇന്ത്യയുടെ വികസനത്തിന് കൂട്ടായ്മയ്ക്ക് നിർത്തുന്ന നല്ല നേതൃത്വത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ അവകാശം മാത്രമല്ല, ഗൗരവമായ ഉത്തരവാദിത്വമാണ്. അതെല്ലാ പൗരന്മാരും ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭ്യർത്ഥനയും ആശംസയും. പൊതുവെ പറയുന്ന, പരസ്യമായി പറയുന്ന നിലപാടുകൾ മാത്രമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി രാഷ്ട്രീയമല്ല. അതേ സമയത്ത് ഓരോ ഇഷ്യൂസും അനുബന്ധമായിട്ട് സഭ അതിൻ്റെ നിലപാടുകൾ അവതരിപ്പിക്കും. എപ്പോഴും പറയാനുള്ളത്, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക്, ഭരണഘടന സംരക്ഷിക്കുന്നതിന്, മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന്, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് അതിന് ഉതകുന്ന നേതാക്കന്മാർ വന്നാൽ മാത്രമേ രാഷ്ട്രവും സംസ്ഥാനവും വികസിക്കുകയുള്ളൂ. അതിനനുയോജ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കണമെന്ന് പറയും. വോട്ട് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ടതാണ് എന്ന് മാത്രമല്ല, നമ്മുടെ പൗരധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകുക. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്തവർക്കാണ് ജനപ്രതിനിധികളോട് ധൈര്യപൂർവ്വം തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരെ സമീപിക്കാനും ചോദിക്കാനും കഴിയുക. നമ്മൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തീരുക, ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും വ്യക്തി മഹാത്മ്യങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന വ്യക്തികളെ നമ്മൾ കാണുകയും അത്തരത്തിലുള്ള നിലപാടുകളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുക. നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാനായിട്ടും സത്യം, നീതി, സ്നേഹം നിലനിൽക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിവുള്ളവരെ കണ്ടെത്തുക. നമ്മുടെ തന്നെ പ്രതിനിധികളാണ് എന്നുള്ള ചിന്തയാണ്.